ആർ വേണുഗോപാൽ, ഈ ജാഗ്രതക്കുറവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാഗ്രതക്കുറവല്ല, നഗ്നമായിട്ടുള്ള ഈ സ്ഫോടക വസ്തു നിയമത്തിൻ്റെ ലംഘനമാണ് ഇവിടെ തൃശ്ശൂരിൽ സംഭവിച്ചത് എന്നാണോ അങ്ങേക്ക് മനസ്സിലാകുന്നത്? ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ട് കഴിയുകയാണ്. നമ്മൾ കഴിഞ്ഞ പോയ നിമിഷങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരവും അവിടുത്തെ ഭൂമിശാസ്ത്ര ഘടന, നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടിയിരുന്ന രീതികൾ, അതൊക്കെ നോക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് ഡോക്ടർ വേണുഗോപാൽ തോന്നുന്നത്? ഇത് തികച്ചും നിയമലംഘനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അൺഓതറൈസ്ഡ് പ്രിമിസസ് ആണത്. ഓതറൈസ്ഡ് പ്രിമിസസിൽ എക്സ്പ്ലോസീവ്സ് പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ആൻഡ് സ്റ്റോറേജ്, അതിന് നിബന്ധനകൾ എക്സ്പ്ലോസീവ് റൂൾസ് 2008 പറയുന്നുണ്ട്. അതായത് ഒരു മിക്സിംഗ് ഷെഡ്, അതിന് ലിമിറ്റുണ്ട്, മാൻ ലിമിറ്റുണ്ട്, എക്സ്പ്ലോസീവ് ലിമിറ്റുണ്ട്, സേഫ്റ്റി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിക്സിംഗ് ഷെഡ് 18 മീറ്ററാണ് മറ്റുള്ള ഷെഡുകളിൽ നിന്നും സേഫ്റ്റി ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് 2 പേര് മാത്രമേ ജോലി ചെയ്യാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരേ സമയത്ത് 5 കിലോയിൽ കൂടുതലോ 2.5 കിലോയിൽ കൂടുതലോ, അതിന് എക്സ്പ്ലോസീവ് നിയമം അനുസരിച്ചിട്ട് അവർ പറയുന്നുണ്ട് ഇത്ര കിലോയെ ഇവിടെ മാനുഫാക്ചറിങ് ഒരു സമയത്ത് നടക്കുകയുള്ളൂ. ഇതിപ്പം നമ്മൾ ഇന്നലെ ആ വീഡിയോയിൽ കാണുന്നത് ഒരു വലിയ മൈതാനം, പഴയ തറവാടുകളിലൊക്കെ അരി പുഴുങ്ങിയിട്ട് ഇടാനെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കപ്പ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോലുള്ള ഒരു രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെ ഒരു മൊത്തത്തിൽ ഒരു ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് ഷെഡായിട്ട് അതിനെ കാണാനേ കഴിയുകയില്ല. ഇങ്ങനെയാണോ ഒരു മാനുഫാക്ചറിങ് ഷെഡ്? അപ്പം ഇത് നടന്നിരിക്കുന്നത് എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചറിങ് ഷെഡ് അല്ലത്. അതൊരു എവിടുന്നോ കുറച്ച് ഗൺ പൗഡർ കൊണ്ടുവരുന്നു, അതിനെ ചിലർ മിക്സ് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ കാണുന്നു. ആ മിക്സ് ചെയ്യുന്ന അവരുടെ പൊടി അവിടെ വന്ന പത്രപ്പുറത്തവരുടെ മുകളിൽ വീഴുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്നേരം ആ സമയത്തെങ്ങാണമായിരുന്നു എങ്കിൽ എത്ര ഇതുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് തന്നെ അപകടങ്ങൾ ഉണ്ടായേനെ. ആ അപകടങ്ങൾ എത്രമാത്രം അഗാധമായിരിക്കും അവിടെ ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി 1 കിലോമീറ്ററിനുള്ളിലേക്ക് വരെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? അതിൽ അനധികൃതമായ, നമ്മൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള 92 1992 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊഹിബിറ്റഡ് ക്ലോറേറ്റ് മിക്സ്ചർ ഓഫ് പൊട്ടാഷ്യം. അപ്പോൾ അതുപോലുള്ള രാസപദാർത്ഥങ്ങൾ ഇതിൽ ചേരുവാൻ വളരെയധികം ചാൻസാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രാസപദാർത്ഥങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടോ? കാരണം നമ്മൾ ആ വീഡിയോ രംഗങ്ങളിൽ കാണുമ്പോൾ വെള്ള പുകയും മറ്റുമൊക്കെ വരുന്നതും ആ വ്യാപ്തി, ആ പുകയുടെ സ്മോക്കിൻ്റെ ഫുൾ എഫക്റ്റ്, അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് അനധികൃതമായിട്ടുള്ള പൊട്ടാഷ്യം ക്ലോറേറ്റ് പോലുള്ള രാസപദാർത്ഥങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, സ്ത്രീകളുമൊക്കെ ആ ഫ്യൂസുകളും മറ്റും കെട്ടുന്നതും അവർ ഡ്രൈ ചെയ്യാൻ വെക്കുന്നതും ഒക്കെ നമ്മൾ അവിടെ കാണുകയുണ്ടായി. ഇതൊക്കെ കാണിക്കുന്ന ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ്. വളരെ അപകടകരമായ. ഡോക്ടർ വേണുഗോപാൽ, ഈ പൊട്ടാസ്യം ക്ലോറേറ്റ് അടക്കമുള്ള ഈ പടക്കങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ മിശ്രിതമൊക്കെ തന്നെ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നേരിയ തോതിലൊക്കെ ഈ പെസോ കർശന വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാറുള്ളത്? അല്ലെങ്കിൽ പെസോയ്ക്ക് മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഇതിലേക്ക് ഒരു ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കെയർലെസ് എവിടെയാണ് സംഭവിക്കുന്നത് സാധാരണ? ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പെസോയുടെ ലൈസൻസ് അല്ല. പെസോയ്ക്ക് ആ കൂടി കേരളത്തിൽ 1-2 ലൈസൻസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കാരണം പെസോയുടെ നിബന്ധനകൾ വളരെ കർശനമാണ്. പെസോ ഇംപ്ലിമെൻറ്റ് ദ റൂൾസ് വെരി സ്ട്രിക്റ്റ്ലി. അതുകൊണ്ടാണ് ഇത് ഡിസ്ട്രിക്ട് ADMൻ്റെ കീഴിലുള്ള ലൈസൻസാണ്, 15 കിലോയുടെ ലൈസൻസാണ്. അവിടെ അവർ 15 കിലോയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി, 10 ഇരട്ടിയോ 20 ഇരട്ടിയോ മാനുഫാക്ചർ ചെയ്യുകയാണ്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ആ ലൈസൻസ്ഡ് ഫെസിലിറ്റി എവിടെയെങ്കിലും കുന്നിൻ്റെ മുകളിലോ വല്ലോ ആയിരിക്കും. എന്നിട്ട് അതിങ്ങനെ ഒരു പാടോ വല്ലോ എടുത്തിട്ട് അവിടെ ഇത് വ്യാപ്തി 2000 കിലോയ്ക്കോ 4000 കിലോയ്ക്കോ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു. അതാണ് നടന്നിട്ടുള്ളത്. ഞാൻ 2006 പാറമേക്കാവിൻ്റെ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിരുന്നു.
പുത്തുങ്കൽ അപകടത്തിൻ്റെയും എൻക്വയറി കമ്മീഷനായിരുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ അപകടങ്ങൾ കേരളത്തിലെ പല അപകടങ്ങളും എൻക്വയറി ചെയ്ത ഓഫീസർ എന്നുള്ള നിലയിൽ പറയുന്നത് ഇതിനോടുള്ള ഒരു നമുക്കിതിനോടുള്ള ഒരു ഫാസിനേഷൻ, വെടിക്കെട്ടിനോടുള്ള ഒരു ഫാസിനേഷൻ. പക്ഷേ അതിൻ്റെ ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല ഇതെത്രമാത്രം വ്യാപ്തി ഇതിനൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അവിടെ ഡോക്ടർ വേണുഗോപാൽ 2006 സംഭവവും പിന്നീട് അങ്ങ് കണ്ട പുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ പിന്നീട് എന്താണ് നിയമങ്ങൾ കർക്കശമാണ് സാർ, കർക്കശ വ്യവസ്ഥകളോടുള്ള നിയമങ്ങളാണ് കേന്ദ്ര നിയമങ്ങളൊക്കെ നോക്കുമ്പോൾ. പിന്നെ എവിടെയാണ് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്? എവിടെയാണ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്? ഈ ഫീൽഡിലാണ്. ആ ഫീൽഡിൽ നമ്മളിത് 18 മീറ്റർ സുരക്ഷാ ഡിസ്റ്റൻസ്. എന്തുകൊണ്ട് പെസോയുടെ ലൈസൻസ് കേരളത്തിലില്ല? കാരണം എന്താണ്? പെസോ വളരെ സ്ട്രിക്റ്റാണ് ഈ കാര്യത്തിൽ. 18 മീറ്റർ മിക്സിംഗ് ഷെഡ് വേണം. 18 മീറ്റർ 17.9 ഉണ്ടെങ്കിലും പെസോ കൊടുക്കില്ല. ദാറ്റ് ഈസ് ദ സ്ട്രിക്ട്നെസ് പെസോ ഓഫീസേഴ്സ് ആർ ഹാവിങ്. അതുപോലെ 12 മീറ്റർ. അപ്പോൾ ഈ 12 മീറ്റർ 18 മീറ്റർ എന്നുള്ള സേഫ്റ്റി ഡിസ്റ്റൻസും ആ മാൻ ലിമിറ്റും ആ കെമിക്കൽ ക്വാണ്ടിറ്റിയുടെ അളവും കറക്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ അപകടം ഉണ്ടാവില്ല. ഇത് നമ്മൾ താഴേക്കിടയിലും ഇത് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പലവിധ നിർദ്ദേശങ്ങളും പലവിധ മാനദണ്ഡങ്ങളും പലവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് പുത്തുങ്കൽ ആക്സിഡൻറ്റിൻ്റെ എൻക്വയറി റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഇപ്രാവശ്യം ഫയർ വർക്ക്സ് ഡിസ്പ്ലേക്കുള്ള അമെൻമെൻറ്റ് കഴിഞ്ഞ 2024 കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ സേഫ്റ്റി ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിൻ്റെ നിയന്ത്രണങ്ങളിൽ ആരൊക്കെയാണ് ഈ വെടിക്കെട്ടിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കേണ്ടത്, ആരാണ് ഫോർമാൻ, ആരാണ് ക്യാപ്റ്റൻ, എന്തൊക്കെയാണ് ഓരോരുത്തരും ചെയ്യേണ്ട, ഓരോ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ ഫെസ്റ്റിവൽ കമ്മിറ്റിയിൽ ഓരോരുത്തർക്കുമുള്ള ലൈസൻസുകൾ ആവശ്യം, അതുപോലെ എമർജൻസി പ്ലാന്, അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇവയൊക്കെ പുതിയ റൂളിലുണ്ട്. പക്ഷേ അത് ഫയർ വർക്ക്സ് ഡിസ്പ്ലേയിലാണ്. ഇത് ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് ആണ് അതിന് മുന്നോടിയായിട്ടുള്ള. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ ഫയർ വർക്ക്സ് ഇദ്ദേഹത്തിന് 15 കിലോ 1 at a ടൈം ആയിരിക്കും ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ലൈസൻസ്. അദ്ദേഹം അത് ഒരു മാസമായിട്ട് ഓരോ ദിവസവും 15 കിലോ മാനുഫാക്ചർ ചെയ്ത് ഒരു മാസം 10 ദിവസം കൂടുമ്പോൾ 150 കിലോ, അങ്ങനെ 300-450 കിലോ അദ്ദേഹം മാനുഫാക്ചർ ചെയ്തെങ്കിൽ അതുടൻ തന്നെ പറമേക്കാവിൻ്റെയോ അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയോ മാഗസിനിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യാതെ ഇവിടെ സൂക്ഷിച്ചതും വളരെയധികം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ ആ ആഘാതം ഇത്രയധികം വരികയില്ലായിരുന്നു. അതിന് പകരം ഇവയെല്ലാം തന്നെ അവിടെ സൂക്ഷിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ തലേ ദിവസം മാഗസീൻ്റെ കപ്പാസിറ്റി 2000 കിലോയാണ് പെസോ കൊടുത്തിരിക്കുന്നത്. പെസോയുടെ മാഗസീനാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഉള്ളത്. അത് 2000 കിലോയാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കടലാസിൽ മാത്രം രേഖപ്പെടുത്തുന്നു, ജലരേഖ പോലെ കാര്യങ്ങൾ പോകുന്നു. ഇനിയും നമുക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും വലിയ രീതിയിൽ ചർച്ചകൾ സംഘടിപ്പിക്കും, കമ്മീഷന്റെ എൻക്വയറി ഉണ്ടാകും. ആ റിപ്പോർട്ടുകൾ ഫ്രീസറിലായിരിക്കും. ജസ്റ്റിസ് പി